2026 ഇറാൻ യുദ്ധം തുടങ്ങുന്നതിന് തൊട്ടുമുൻപുള്ള ഒരു ദിവസം. ഞാനിപ്പോൾ ദോഹയിലെ ഹമദ് ഇന്റർനാഷണൽ എയർപോർട്ടിലാണ്. ഉടൻ ഒരു യുദ്ധമുണ്ടാകുമെന്നും ഈ വിമാനത്താവളം അടയ്ക്കുമെന്നും അറിയാതെ യാത്രക്കാർ ഇവിടെയുണ്ട്. B9 ഗേറ്റിൽ രാവിലെ 7:30 ആയപ്പോഴാണ് ഞാനെത്തിയത്. അധികം താമസിയാതെ തന്നെ വിമാനത്തിനുള്ളിലേക്ക് ആളുകളെ കയറ്റിവിട്ടു തുടങ്ങി. ആദ്യ യാത്രികരിൽ ഒരാളായി ഞാൻ എയ്റോ ബ്രിഡ്ജിലൂടെ വിമാനത്തിനുള്ളിലേക്ക് നടന്നു. എല്ലാം ശാന്തമാണ്. ഒന്നാം നിരയിൽ തന്നെയുള്ള എൻ്റെ സീറ്റ് കണ്ടുപിടിച്ചു. വിൻഡോ സീറ്റാണ്. ഞാൻ അവിടെയിരുന്നു. അപ്പോഴും ആളുകൾ കയറിക്കൊണ്ടേയിരിക്കുന്നു. വലിയ വിമാനമാണ്. 350 മുതൽ 400 യാത്രക്കാർ വരെ ഇതിൽ യാത്ര ചെയ്യുന്നുണ്ട്. എല്ലാവരും ബോർഡ് ചെയ്യുന്നിടം വരെ കാത്തിരിക്കുമ്പോൾ പുറത്ത് ഖത്തർ എയർവേസിന്റെ വിമാനങ്ങൾ നിരന്നു കിടക്കുന്നു. മെനു കാർഡ് എടുത്ത് ബ്രേക്ക്ഫാസ്റ്റും ലഞ്ചുമൊക്കെ എന്താണെന്ന് പരിശോധിച്ചു. താമസിയാതെ വിമാനം പുറപ്പെടുകയായി. നേരം രാവിലെ 8:35. വിമാനം സാവധാനം റൺവേയിലേക്ക് നീങ്ങി. ഒരു രാജ്യത്തേക്ക് 20 വർഷങ്ങൾക്ക് ശേഷം ഞാൻ രണ്ടാമതൊരു യാത്ര നടത്തുകയാണ്. സ്പെയിൻ എന്ന രാജ്യത്തേക്ക്. സ്പെയിനിലെ ചില പ്രത്യേക ഭൂപ്രദേശങ്ങളിലൂടെ യാത്ര ചെയ്യാനാണ് ഞാൻ ഈ പോകുന്നത്. സ്പെയിനിലെ ബാഴ്സലോണ നഗരത്തിലേക്കാണ് ഈ വിമാനം. ഏതാണ്ട് 6 മണിക്കൂറിലധികം യാത്ര ചെയ്താലാണ് ഖത്തറിൽ നിന്ന് ബാഴ്സലോണയിലെത്തുക. ഞാൻ ബാഴ്സലോണയിൽ ഒരിക്കൽ പോയിട്ടുണ്ടെങ്കിലും 20 വർഷങ്ങൾക്ക് ശേഷമുള്ള ബാഴ്സലോണ കാണണം. തന്നെയുമല്ല, ആ യാത്രയിൽ പോയതിനേക്കാൾ വ്യത്യസ്തമായ ചില സ്ഥലങ്ങളിലൂടെ, അന്ന് കാണാത്ത കുറെ കാഴ്ചകളിലൂടെയെല്ലാം പോകണം. കൂടാതെ അൻഡോറ എന്ന മറ്റൊരു രാജ്യവും സന്ദർശിക്കണം. ഞാൻ ഇതുവരെ പോകാത്ത ഒരു രാജ്യമാണത്. വിമാനം റൺവേയിലേക്ക് കയറി. കുതിച്ചുയരാനുള്ള അതിവേഗ ഓട്ടം ആരംഭിച്ചു. ഖത്തർ ഹമദ് ഇന്റർനാഷണൽ എയർപോർട്ടിന്റെ ഈ റൺവേ ഉൾപ്പെടുന്ന ഭാഗമൊക്കെ ഒരു കാലത്ത് കടലായിരുന്നു. കടൽ നികത്തിയെടുത്തുണ്ടാക്കിയ ഭാഗമാണിതെല്ലാം. 2005 കടൽ നികത്തുന്ന ജോലികൾ ആരംഭിച്ചത്. 2014 വിമാനത്താവളത്തിന്റെ പണി പൂർത്തിയാവുകയും ചെയ്തു. 9000 ഏക്കർ പ്രദേശത്ത് വ്യാപിച്ചു കിടക്കുകയാണ് എയർപോർട്ട്. ഈ താഴെ കാണുന്ന ഭാഗമെല്ലാം മണ്ണിട്ട് കടലിൽ നിന്ന് ഉയർത്തിയെടുത്തതാണ്. റൺവേയിൽ നിന്ന് വിമാനം ഉയർന്നു കഴിയുമ്പോഴാണ് അത് വ്യക്തമായി കാണാനാവുന്നത്. ഇവിടെ കപ്പലടുക്കുന്ന വാർഫുകൾ കാണാം. അതിന്റെ അപ്പുറത്ത് ഈ കാണുന്ന കടലിലേക്ക് തള്ളി നിൽക്കുന്ന ഭാഗം ഇവിടുത്തെ ഓൾഡ് പോർട്ട് ഏരിയയാണ്. ഓൾഡ് ദോഹ പോർട്ടും പുതിയ കാലത്തെ ക്രൂസ് ടെർമിനലും ഒക്കെയാണത്. ചില ഉല്ലാസക്കപ്പലുകൾ അവിടെ കിടക്കുന്നത് കാണാം. അതിന്റെ തൊട്ടപ്പുറത്ത് മിന എന്ന ഒരു ഭാഗമാണ്. മിന ഡിസ്ട്രിക്ട്. അത് കഴിഞ്ഞ് ദോഹയുടെ ഉൾക്കടലാണ്. അതിന്റെ കോർണിഷ് കടന്ന് ഇങ്ങേ സൈഡിലേക്ക് വരുമ്പോഴാണ് പുതിയ നഗരഭാഗം കാണുന്നത്. സെൻട്രൽ ബിസിനസ് ഡിസ്ട്രിക്ട് എന്ന് പറയുന്ന ആകാശം മുട്ടുന്ന കെട്ടിടങ്ങൾ തിങ്ങി നിറഞ്ഞ നഗരഭാഗമാണത്. അവിടെയാണ് ഷെറാട്ടൺ ഹോട്ടലും പ്രധാന ബിസിനസ് സ്ഥാപനങ്ങളും ബാങ്കുകളുടെ ആസ്ഥാനവുമൊക്കെ ഉള്ളത്. അതിലൂടെയൊക്കെ 1.5 വർഷം മുൻപ് ഞാൻ സഞ്ചരിച്ചതാണ്. സഞ്ചാരത്തിന്റെ ഖത്തർ എപ്പിസോഡുകളിൽ അതെല്ലാം വിശദമായി കാണാം. 4 സീസൺസ്, റാഫിൾസ്, ദ റിറ്റ്സ് എന്നിങ്ങനെ വമ്പൻ ലക്ഷറി ഹോട്ടലുകൾ ധാരാളമുള്ള നഗരമാണ് ദോഹ. ദോഹ നഗരത്തിന്റെ ആകാശ കാഴ്ച കണ്ടുകൊണ്ടാണ് പോകുന്നത്. ഉള്ളിലേക്ക് കടൽ വെള്ളം കയറ്റിയിട്ടിരിക്കുന്ന കനാലുകൾ, ദ്വീപുകൾ. ഈ കാണുന്നത് പേൾ ഐലൻഡാണ്. പേൾ ഐലൻഡ് സമ്പന്നർ മാത്രം വസിക്കുന്ന ഒരു റെസിഡൻഷ്യൽ ഏരിയ. ചന്ദ്രക്കലയുടെ ആകൃതിയിൽ ഒരു ഹോട്ടൽ താഴെ കാണാം. അത് ഫെയർമൗണ്ട് ഹോട്ടലാണ്. ഫെയർമൗണ്ട് ഹോട്ടലുള്ള ഈ ഭാഗം കഴിയുമ്പോഴേക്കും ദോഹയുടെ ലുസൈൽ ഏരിയയിലേക്കെത്തുന്നു. ലുസൈൽ പുതിയ കാലത്ത് വളർന്നുവരുന്ന ഒരു നഗരഭാഗമാണ്. ഈ ഭാഗമൊക്കെ ഖത്തർ വേൾഡ് കപ്പിനു വേണ്ടിയാണ് ഡെവലപ്പ് ചെയ്തത്. അങ്ങേയറ്റത്ത് 4 ഗോപുരങ്ങളും അതിന്റെ അപ്പുറം വൃത്താകാരത്തിൽ ഒരു നിർമ്മിതിയും കാണാം. ലുസൈൽ ടവേഴ്സ് എന്ന കെട്ടിടങ്ങളാണത്. അപ്പുറത്തു കാണുന്ന തളിക പോലുള്ള നിർമ്മിതി ലുസൈൽ സ്റ്റേഡിയമാണ്. അവിടെയായിരുന്നു 2022 ഖത്തർ വേൾഡ് കപ്പിന്റെ ഫൈനൽ നടന്നതും ലയണൽ മെസ്സി കപ്പിൽ മുത്തമിട്ടതും. വേൾഡ് കപ്പിനു വേണ്ടി ആകെ ഒന്ന് അണിഞ്ഞൊരുങ്ങിയ നഗരമായിരുന്നല്ലോ ദോഹ. ലുസൈൽ പ്രദേശം പിന്നിടുന്നതോടെ ദോഹ നഗരം തീരുന്നു. പിന്നെ വരണ്ട മണലാരണ്യമാണ്. അതിലൂടെ ഹൈവേകൾ കടന്നുപോകുന്നു.
നേരെ വടക്കോട്ടാണ് വിമാനം സഞ്ചരിക്കുന്നത്. ഒരു ഉപദ്വീപ് പോലെ ഖത്തർ അങ്ങനെ വടക്കോട്ട് നീണ്ടുകിടക്കുകയാണ്. ഞാൻ എൻ്റെ ക്യുബിക്കിളിൻ്റെ ഡോർ അടച്ചു. അതോടെ നല്ല പ്രൈവസിയുള്ള ഒരു ചെറിയ റൂമിലായി ഇരുത്തം. എൻ്റെ ഹാൻഡ് ബാഗേജ് മാത്രം ഞാൻ അടുത്ത് തന്നെ വെച്ചിട്ടുണ്ട്. ഒരു ഡ്രിങ്ക് കൊണ്ടുവന്നു. ഇതുവരെ കുടിച്ചിട്ടില്ലാത്ത ഒരു പാനീയം. ഞാൻ മാപ്പിൽ നോക്കുമ്പോൾ ഖത്തറിൽ നിന്ന് പുറപ്പെട്ട വിമാനം ബഹ്റിൻ കടന്ന് ദമാമിന് മുകളിലൂടെ പറന്നുകൊണ്ടിരിക്കുകയാണ്. ഇനി കുവൈറ്റ് സിറ്റിയുടെ ഒരു സൈഡിലൂടെ പറന്ന് ഇറാഖ് കഴിഞ്ഞ് സിറിയ പിന്നിട്ട് ലെബനോനിലെ ബെയ്റൂട്ട് കടന്ന് പിന്നെ സൈപ്രസ്, ഗ്രീസ്, ഇറ്റലി എന്നിവ പിന്നിട്ട് മെഡിറ്ററേനിയന് മുകളിലൂടെ ബാഴ്സലോണയിലെത്തും. ഭൂമിയുടെ ഗോളാകൃതിയിലുള്ള രൂപവും അതിലെ പ്രധാന സ്ഥലങ്ങളുമൊക്കെ മാപ്പിൽ ഇടയ്ക്കിടെ കാണാം. എവിടെയാണ് ഞങ്ങളിരിക്കുന്ന വിമാനത്തിന്റെ സ്ഥാനമെന്നും. ഇത് കണ്ടിരിക്കാൻ രസമാണ്. വിമാനം പറക്കുന്ന കൃത്യമായ സ്ഥാനം എപ്പോഴും കാണിച്ചുകൊണ്ടിരിക്കും. ഇത് കണ്ടിരിക്കുക വിമാനത്തിൽ എൻ്റെ വലിയ വിനോദമാണ്. വിമാനം പോകുന്ന കൃത്യമായ വഴി കാണാം. വലിയൊരു ശതമാനവും മെഡിറ്ററേനിയൻ കടലിന് മുകളിൽ കൂടിയാണ് പറക്കുന്നത്. അങ്ങനെ കണ്ടിരിക്കവേ എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് എത്തി. മേശവിരിയൊക്കെ വിരിച്ച് ആചാരപരമായിട്ടാണ് സെർവ് ചെയ്യുന്നത്. ആദ്യം ചെറിയ സ്നാക്ക്, ബ്രെഡും ബട്ടറും ജാമും, ഒരു ചെറിയ വിളക്കും കൊണ്ടുവന്ന് വയ്ക്കുന്നു. പിന്നെ ക്രോയസന്റ്, മഫിൻ തുടങ്ങിയ വിഭവങ്ങൾ. അതങ്ങനെ കഴിച്ചുകൊണ്ട് ഞാൻ ഒരു സിനിമ കാണാൻ തീരുമാനിച്ചു. നോക്കിയപ്പോൾ മലയാള സിനിമയുണ്ട്. ഭ്രമയുഗമുണ്ട് ലിസ്റ്റിൽ. ഞാൻ ഭ്രമയുഗം കണ്ടിരുന്നില്ല. തിയേറ്ററിൽ പോയി പടം കണ്ടിട്ട് തന്നെ കുറേ കാലമായി. ഹോം തിയേറ്ററിലാണ് ഇപ്പോൾ സിനിമകൾ കാണാറ്. പക്ഷേ ഭ്രമയുഗം അതിലും കണ്ടിരുന്നില്ല. കാണണമെന്ന് ആഗ്രഹിച്ചിരുന്ന ഒരു സിനിമയാണ്. ബ്ലാക്ക് ആൻഡ് വൈറ്റിലുള്ള സിനിമ എനിക്കിഷ്ടപ്പെട്ടു. അർജുൻ അശോകിന്റെ സിനിമ തന്നെ ഞാൻ ആദ്യമായി കാണുകയാണ്. വിദേശയാത്രകളിൽ വിമാനത്തിനുള്ളിൽ വച്ചാണ് ഞാൻ പല മലയാള സിനിമകളും ഇപ്പോൾ കാണുന്നത്. ഇടയ്ക്കിടെ ഇങ്ങനെ ഓരോ വിഭവങ്ങൾ വരും. പേരറിയാത്ത പല പല വിഭവങ്ങൾ, അപാര രുചിയുള്ള വിഭവങ്ങൾ. മമ്മൂട്ടിയുടെ വ്യത്യസ്തമായ ഒരു രൂപവും ഭാവവും അഭിനയവും. എല്ലാവരും നന്നായി പെർഫോം ചെയ്ത നല്ലൊരു സിനിമ. അത് പൂർണ്ണമായും കാണാൻ തീരുമാനിച്ചു. 10ഓളം മലയാള സിനിമകളും 100-ലേറെ ലോക സിനിമകളും ഇത്തരം വിമാനങ്ങളിൽ ലഭ്യമാണ്. എല്ലാം സൗജന്യമായി കാണാം. ഹെഡ്ഫോൺ വെച്ചാണ് സിനിമ ആസ്വദിക്കുന്നത്. അതുകൊണ്ട് വേറെ ആർക്കും ശബ്ദം കേൾക്കില്ല. ഭ്രമയുഗത്തിന്റെ ഏതാണ്ട് അവസാന ഭാഗത്തേക്കെത്തിയപ്പോൾ ഞാൻ പുറത്തേക്കൊന്നു നോക്കി. ഇപ്പോൾ താഴെ മഞ്ഞു മൂടിയ പർവ്വതങ്ങളാണ് കാണുന്നത്. മാപ്പിലേക്ക് നോക്കി. വിമാനം അങ്കാറയോട് അടുത്തുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ തുർക്കി എന്ന് പറയുന്ന റിപ്പബ്ലിക് ഓഫ് തുർക്കിയെ എന്ന രാജ്യത്തിന്റെ തലസ്ഥാനമായ അങ്കാറ. മലനിരകളെല്ലാം മഞ്ഞു മൂടിക്കിടക്കുകയാണ്. താഴ്വരകളിൽ മഞ്ഞില്ല. ഈ സമയമായപ്പോഴേക്കും ഏതാണ്ട് പകുതി ദൂരം പിന്നിട്ടിരിക്കുന്നു. ഇനി ഒരു 3 മണിക്കൂർ കൂടി പറക്കേണ്ടതുണ്ട്. ഇതെല്ലാം തുർക്കിയുടെ ഭൂപ്രദേശമാണ്. മാപ്പിൽ നോക്കുമ്പോൾ വിമാനം അങ്കാറയോട് അടുത്തുകൊണ്ടിരിക്കുകയാണെന്ന് കാണുന്നു. അത് കഴിഞ്ഞാൽ ഇനി ഗ്രീസിന് മുകളിലൂടെ പറക്കും. യൂറോപ്യൻ രാജ്യങ്ങൾ പലതും കടന്ന് മെഡിറ്ററേനിയൻ കടലിന്റെ മുകളിൽ കൂടിയാണ് ഇപ്പോൾ പറക്കുന്നത്. അനന്തമായ കടൽ. ഈ വിമാനത്തിന് സമാന്തരമായി മറ്റൊരു വിമാനം മെഡിറ്ററേനിയൻ കടലിന് മുകളിലൂടെ പറക്കുന്നത് കാണാം. രണ്ടും ഏതാണ്ട് ഒരേ സ്പീഡിൽ പോകുന്നത് കൊണ്ടാണ് ഇങ്ങനെ കാണുന്നത്. പിന്നെയും കാത്തിരുന്നു. അങ്ങനെ ഏതാണ്ട് 1 മണിയാകാറായപ്പോഴേക്കും വിമാനം ബാഴ്സലോണയോടടുത്തു. ബാഴ്സലോണ തുറമുഖത്തടുക്കാൻ വേണ്ടി ഊഴം കാത്തുകിടക്കുന്ന കപ്പലുകൾ താഴെ കാണാം. തുറമുഖ ഭാഗത്തോട് അടുത്തുകൊണ്ടിരിക്കുന്നു. ഫെറി സർവീസ് നടത്തുന്ന ഒരു കറ്റമരൻ തീരത്തേക്ക് അടുക്കുന്നതും കാണാം. മെഡിറ്ററേനിയൻ കടലിന്റെ പടിഞ്ഞാറേ ഭാഗമായ സ്പെയിനിന്റെ തീരത്തേക്ക് വിമാനം അടുത്തിരിക്കുന്നു. ഖത്തറിൽ നിന്ന് യാത്ര തുടങ്ങിയിട്ട് ഏതാണ്ട് 6 മണിക്കൂർ പിന്നിട്ടിട്ടുണ്ട്. ധാരാളം ചരക്ക് കപ്പലുകൾ അടുക്കുന്ന വലിയൊരു തുറമുഖമാണ് ബാഴ്സലോണയുടേത്. വിമാനം താഴ്ന്നു പറക്കുന്നത് ആ തുറമുഖത്തിന്റെ മുകളിൽ കൂടിയാണ്. ബാഴ്സലോണ പോർട്ടാണിത്. ആയിരക്കണക്കിന് കണ്ടെയ്നറുകൾ അടുക്കി വച്ചിരിക്കുന്നു. അനേകം കണ്ടെയ്നറുകൾ ഒരേ സമയം ലോഡിങ്ങും അൺലോഡിങ്ങും നടക്കുന്നുമുണ്ട്. നിരവധി കൂറ്റൻ കപ്പലുകൾക്ക് ഒരേ സമയം ലോഡിങ്ങും അൺലോഡിങ്ങും നടത്താൻ കഴിയുന്ന ക്രെയിൻ ഫെസിലിറ്റികൾ, വെയർഹൌസുകൾ, ഇതെല്ലാം കാണാം.
ഒരു കമ്പ്യൂട്ടറിന്റെ മദർബോർഡിലെ ചിപ്പുകൾ പോലെയാണ് ആകാശത്ത് നിന്ന് നോക്കുമ്പോൾ ഈ കെട്ടിടങ്ങളും മറ്റു സംവിധാനങ്ങളും കാണാവുന്നത്. വമ്പൻ പോർട്ട് ഫെസിലിറ്റി. നമ്മുടെ വിഴിഞ്ഞവും ഒരു കാലത്ത് ഇതുപോലെ വളരുമായിരിക്കണം. പോർട്ട് ഏരിയ കഴിയുമ്പോൾ ഒരു നദി വന്ന് കടലിൽ ചേരുന്നത് കാണാം. ആ നദിക്കപ്പുറം ഒരു ഡെൽറ്റ. ഡെൽറ്റ പ്രദേശം മുഴുവൻ കൃഷിയിടങ്ങളാണ്. അവിടെ പ്രത്യേകതരം നെല്ല് ഉൾപ്പെടെ കൃഷി ചെയ്യുന്നുണ്ട്. ഇവിടുത്തെ ഒരു പ്രത്യേക ഭക്ഷ്യവിഭവം ഉണ്ടാക്കാനുള്ള അരിയെല്ലാം ഇവിടെയാണ് വിളയുന്നത്. നഗരത്തിന്റെ ഒരു ഭാഗം തന്നെയാണ് ഇവിടം. ആ കൃഷിയിടങ്ങളും ഡെൽറ്റയും ഒക്കെ കടന്ന് താഴ്ന്നു പറന്ന് വിമാനം ബാഴ്സലോണ ഇന്റർനാഷണൽ എയർപോർട്ടിന്റെ റൺവേയുടെ മുകളിലേക്കെത്തി. വിമാനം കൃത്യസമയം പാലിച്ചിരിക്കുന്നു. 1:15 മണിക്ക് വിമാനം ലാൻഡ് ചെയ്തു. 1:15-നെത്തിയാൽ 2 മണി ആകുമ്പോഴെങ്കിലും എയർപോർട്ടിന് പുറത്തിറങ്ങാം. 2:30 മുതൽ എനിക്ക് ഷൂട്ട് ചെയ്യാം എന്നർത്ഥം. ഇഷ്ടം പോലെ സമയമുണ്ട്. ഇന്ന് രാത്രിയാവുമ്പോഴേക്കും 3-4 എപ്പിസോഡ് ഷൂട്ട് ചെയ്യാം. ആ സന്തോഷത്തിലാണ് ഞാനിരിക്കുന്നത്. എമിറേറ്റ്സിന്റെ പല വിമാനങ്ങളും പുറത്തു കാണാം. സ്പെയിനിന്റെ തലസ്ഥാനമായ മാഡ്രിഡിനേക്കാൾ വലിയ പട്ടണമാണ് ബാഴ്സലോണ എന്ന് തോന്നും. മാഡ്രിഡിനേക്കാൾ പ്രാധാന്യമുള്ള പട്ടണം തന്നെയാണിത്. യൂറോപ്പിലെ എല്ലാ എയർപോർട്ടുകൾക്കും ഒരു മിനിമം ക്വാളിറ്റിയുണ്ട്. എന്നാൽ പളപളപ്പും ആഡംബരവും ആവശ്യമില്ലാത്ത ഏച്ചുകെട്ടലുമൊന്നും ഉണ്ടാവില്ല. ഇറങ്ങേണ്ട സമയമായി. വിമാനത്തിൽ നിന്ന് പുറത്തേക്ക് നടന്നു. സുഖകരമായ യാത്രയായിരുന്നു. ഖത്തർ എയർവേസിന്റെ വിമാനങ്ങളിലെ യാത്രകൾ എപ്പോഴും സൗകര്യപ്രദമായിരിക്കും. എയ്റോ ബ്രിഡ്ജിലൂടെ എയർപോർട്ടിലേക്ക് നടന്നു. വലിയ എയർപോർട്ടാണ്. സ്പെയിനിലെ തന്നെ ഏറ്റവും വലിയ 2ാമത്തെ എയർപോർട്ട്. കയറിപ്പോകുന്ന സ്ഥലത്ത് വെയിൽ അടിക്കാതെ ഇരിക്കാനെന്നോണം ഉയരമാർന്ന കർട്ടൻ പോലുള്ള സംവിധാനങ്ങൾ. ജോസഫ് തോർദേസിയാസ് എയർപോർട്ട് എന്നാണിത് പൊതുവെ അറിയപ്പെടുന്നത്. ശരിക്കും 1918-ൽ ആരംഭിച്ച എയർപോർട്ടാണ്. എങ്കിലും 1970-കൾ മുതലാണ് ഇതൊന്ന് സജീവമായത്. 1992-ലെ ബാഴ്സലോണ ഒളിമ്പിക്സ് എയർപോർട്ടിന്റെ പ്രാധാന്യം വർദ്ധിപ്പിക്കുകയും ചെയ്തു. എയർപോർട്ടിന്റെ പുറത്ത് നടുമുറ്റം പോലെ ഒരു ഭാഗമുണ്ട്. ചെക്ക് ഇൻ ചെയ്ത ആളുകളായിരിക്കണം കുറേ പേരുണ്ട് അവിടെ. അവരങ്ങനെ വെയിൽ കാഞ്ഞിരിക്കുന്നു. എനിക്കൊരു സംശയമായി. ആളുകൾ ഇങ്ങനെ വെയിൽ കാഞ്ഞിരിക്കണമെങ്കിൽ പുറത്ത് നല്ല തണുപ്പായിരിക്കണമല്ലോ. മധ്യപ്രദേശ്, ആൻഡമാൻ, ലക്നൗ, ബറോഡ, നാഷിക്, ഡൽഹി, ആഗ്ര, ഗോളിയോർ. സഞ്ചാരം പെൻഡ്രൈവ് വോള്യം നമ്പർ 22. ഫുൾ HD-യിലുള്ള ഈ അപൂർവ ദൃശ്യയാത്രാ വിവരണ ശേഖരം സ്വന്തമാക്കാൻ സഞ്ചാരം എന്ന് SMS ചെയ്യൂ. ഫോൺ 9995444222. നടന്നു ചെന്നപ്പോൾ വലിയൊരു പ്രശ്നമുണ്ട്. നീണ്ട ഒരു ക്യൂവിലാണ് വിദേശികൾ നിൽക്കേണ്ടത്. ഇടതുവശത്തുകൂടി കടന്നുപോകുന്നത് സ്പെയിൻകാർ മാത്രമാണ്. ക്യൂ നിൽക്കുക എന്ന് പറഞ്ഞാൽ ചെറിയ ക്യൂ ഒന്നുമല്ല. നീണ്ടുകിടക്കുന്ന ക്യൂ. ഒന്ന് പുറകോട്ട് നോക്കുമ്പോഴാണ് ഒരാശ്വാസം. എന്നേക്കാൾ ഹതഭാഗ്യർ. ക്യൂവിന് മുന്നിലുള്ളവർ ഒരു ഹോളിലേക്ക് കയറിപ്പോകുന്നുണ്ട്. അവിടം വരെ എത്തിയാൽ രക്ഷപ്പെട്ടു എന്ന ചിന്തയോടെയാണ് ഞാൻ നിൽക്കുന്നത്. നിങ്ങൾ വിശ്വസിച്ചെന്ന് വരില്ല. ഈ നിൽപ്പ് ഞാൻ 2 മണിക്കൂർ നിന്നു. നീണ്ട 2 മണിക്കൂർ. അത് കഴിഞ്ഞ് അടുത്ത ഹാളിൽ കയറിയപ്പോൾ അവിടെയും ക്യൂ വളഞ്ഞു പുളഞ്ഞു പോവുകയാണ്. ആകെ ക്ഷമ കെട്ടു. സ്പെയിനിൽ വന്നിറങ്ങിയപ്പോഴേ നിരാശനാക്കുന്ന സ്വീകരണമായിപ്പോയി. 2 മണിക്കൂർ കാത്തുനിന്നതിൻ്റെ ദുരന്തം ഒന്ന് ആലോചിച്ചു നോക്കുക. ദീർഘമായ വിമാനയാത്ര കഴിഞ്ഞ് വരുന്നവരാണെന്നോർക്കണം. അശാസ്ത്രീയമായ സംവിധാനമായി പോയി ഈ എയർപോർട്ടിലേത്. ഇവിടെ 2 സുഹൃത്തുക്കൾ എന്നെ കാത്തു നിൽക്കാമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. മലയാളി സുഹൃത്തുക്കളാണ്. ഇദ്ദേഹമാണ് അതിലൊരാൾ. അഡ്വക്കേറ്റ് തോമസ്. എറണാകുളം കടവന്തറ സ്വദേശിയാണ്. ഭാര്യ അഡ്വക്കേറ്റ് ജീൻ തൊടുപുഴക്കാരിയാണ്. ഇവർ കാറുമായിട്ടാണ് വന്നിരിക്കുന്നത്. പാർക്കിങ്ങിലേക്ക് പോകാം എന്ന് പറഞ്ഞു. ഇവർ 2 പേരും കേരള ഹൈക്കോടതിയിൽ പ്രാക്ടീസ് ചെയ്യുന്നവരായിരുന്നു. ഏതാണ്ട് 22 കൊല്ലം മുൻപ് സ്പെയിനിലേക്ക് വന്നു. താൽക്കാലികവാസത്തിനു വേണ്ടി വന്നതാണെങ്കിലും പിന്നീട് ഇവിടെ സ്ഥിരതാമസമായി. ഞങ്ങൾ പാർക്കിങ്ങിലേക്ക് നടന്നു. ഇന്നൊരു സാറ്റർഡേ ആണ്. എങ്കിലും തോമസും ജീനും സമയം കണ്ടെത്തിയിരിക്കുകയാണ്.
രണ്ടുപേരെയും എനിക്ക് നേരിട്ട് പരിചയമില്ല. ഫോണിലുള്ള പരിചയമേ ഉള്ളൂ. പക്ഷേ വളരെ ഹൃദ്യമായി സഞ്ചാരത്തിനു വേണ്ടി എത്തിയ എന്നെ സ്വീകരിക്കുന്നു. ഇന്നു മുതൽ പല കാഴ്ചകളിലേക്കും ഇവരെന്നെ കൊണ്ടുപോവുകയും ചെയ്യും. ശരിക്കും ഇത്തരം മലയാളി സുഹൃത്തുക്കൾ ലോകത്ത് എവിടെയുമുള്ളത് വലിയൊരു സൗകര്യമാണ്. കാരണം ഓരോ സ്ഥലത്തും അറിയുന്ന പല കാഴ്ചകളിലേക്കും പോകാൻ ഇവരുടെ സഹായം ലഭിക്കുന്നു. ഞങ്ങൾ പാർക്കിങ്ങിലേക്ക് ചെന്നു. അതിവിശാലമായ പാർക്കിംഗ് ആണ്. കാറിന്റെ ലഗേജ് ബൂട്ടിൽ എന്റെ ലഗേജ് വെച്ചു. ഇപ്പോൾ എല്ലാ ഇന്റർനാഷണൽ എയർപോർട്ടുകളിലും മികച്ച പാർക്കിംഗ് ഫെസിലിറ്റി ഉണ്ട്. പല നിലകളിലായി കിടക്കുകയാണത്. ഇവിടെ നിന്നൊന്ന് ഇറങ്ങിപ്പോകണമെങ്കിൽ കുറേ സമയം വണ്ടി ഓടണം. കറങ്ങി റാമ്പ് ഇറങ്ങിപ്പോകണം. കേരളത്തിലെ നഗരങ്ങൾ പാർക്കിങ്ങിന്റെ അസൗകര്യം കൊണ്ട് വീർപ്പുമുട്ടുകയാണല്ലോ. 1 ഏക്കറോ 2 ഏക്കറോ പൊതുസ്ഥലമുണ്ടെങ്കിൽ പോലും അവിടെയെല്ലാം വമ്പൻ പാർക്കിംഗ് ഫെസിലിറ്റികൾ പണിയണം. കൊച്ചി ഇന്റർനാഷണൽ സ്റ്റേഡിയത്തിന്റെ മുന്നിൽ വെറുതെ കിടക്കുന്ന സ്ഥലമുണ്ടെങ്കിൽ അവിടെ പല നിലകളിൽ ഇതുപോലുള്ള ആയിരക്കണക്കിന് കാറുകൾ പാർക്ക് ചെയ്യാവുന്ന ഫെസിലിറ്റി പണിയണം. അവിടെ വണ്ടിയിട്ട് മെട്രോ ട്രെയിനിൽ കയറി ആളുകൾക്ക് മറ്റു സ്ഥലങ്ങളിലേക്ക് പോകാമല്ലോ. പാർക്കിങ്ങിന് നല്ല വരുമാനം കിട്ടും. എയർപോർട്ടിന്റെ പുറത്തേക്ക് നീങ്ങുകയാണ്. മനോഹരമായ എയർപോർട്ടാണ്. ഇത്രയും മതി. ഇതാണ് എയർപോർട്ടിന് വേണ്ടത്. അല്ലാതെ ഏച്ചുകെട്ടും തൊങ്ങലുകളും ആഡംബരങ്ങളും അലങ്കാരപ്പണികളും ഒന്നും ആവശ്യമില്ല. ഇതുപോലെ വൃത്തിയും പെർഫെക്ഷനും ഉണ്ടായാൽ മതി. ഇതാണ് യൂറോപ്പിലെയും അമേരിക്കയിലെയും എല്ലാം എയർപോർട്ടുകളുടെ ഒരു സ്വഭാവം. വലിയ ഡെക്കറേഷൻസ് ഒന്നും ഉണ്ടാവില്ല. ഞങ്ങൾ എയർപോർട്ടിന്റെ പുറത്തേക്കിറങ്ങി. നല്ല തണുപ്പുണ്ട്. തണുപ്പുകാലമാണ്. പകൽ വെയിലുണ്ടാകും. ഞാൻ ഈ വന്നതിന്റെ തലേ ദിവസം വരെ അന്തരീക്ഷത്തിൽ മൂടലായിരുന്നെന്ന് കൂടെയുള്ള സുഹൃത്തുക്കൾ പറഞ്ഞു. ഇന്നു മുതൽ നല്ല വെയിലാണ്. അനുകൂലമായ കാലാവസ്ഥ. അല്പം വിശ്രമിക്കണോ എന്ന് തോമസും ജീനും ചോദിച്ചു. വേണ്ട, നേരെ പോയിക്കൊള്ളൂ എന്ന് ഞാൻ പറഞ്ഞു. വേണമെങ്കിൽ ഇപ്പോൾ ഹോട്ടലിൽ ചെക്ക് ഇൻ ചെയ്യാം. നേരം 3 മണിയായല്ലോ. ഹോട്ടലിൽ ചെക്ക് ഇൻ ചെയ്ത് സമയം കളയേണ്ട, നേരെ പോകാം എന്ന് തീരുമാനിച്ചു. യാത്ര തുടരുമ്പോൾ ഞാൻ ചിന്തിക്കുന്നത് ഈ പ്രദേശത്തെക്കുറിച്ചാണ്. ബാഴ്സലോണ എന്നത് സ്പെയിൻ എന്ന ഒറ്റ രാജ്യത്തിന്റെ സംസ്കാരത്തിന്റെ ഭാഗമാണെന്നാണ് കരുതിയത്. കത്തലോണിയ എന്ന ഒരു സാംസ്കാരിക കേന്ദ്രമാണ് സ്പെയിനിന്റെ ഈ കിഴക്കൻ പ്രദേശം. ഒരു കാലത്ത് സ്പെയിനിൽ നിന്ന് വേർപെട്ട് ഒരു സ്വതന്ത്ര രാഷ്ട്രമാകാൻ ആഗ്രഹിച്ചിരുന്ന മേഖലയാണ് കത്തലോണിയ. ഇപ്പോഴും ആ വികാരം ഇന്നാട്ടുകാരുടെ മനസ്സിലുണ്ട്. കത്തലോണിയക്കാർ പൊതുവെ സംസാരിക്കുന്നത് കത്തലാൻ ഭാഷയാണ്. സ്പെയിനിന്റെ ഒരു ഭാഗത്ത് മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഭാഷയല്ല അത്. ഫ്രാൻസ്, ഇറ്റലി എന്നീ രാജ്യങ്ങളുടെ എല്ലാം ചില പ്രദേശങ്ങളിൽ കത്തലാൻ ഭാഷ പ്രചാരത്തിലുണ്ട്. കത്തലാൻ സംസ്കാരവും. സ്പെയിനിന്റെ മറ്റു ഭാഗങ്ങളിൽ നിന്ന് വന്നവരോ വിദേശികളോ ആണ് ഇവിടെ സ്പാനിഷ് ഭാഷ സംസാരിക്കുന്നത്. സ്പെയിനിലെ ഈ പ്രദേശത്ത് ബാഴ്സലോണ ഉൾപ്പെടെയുള്ള സ്ഥലത്തെ സ്വദേശികൾ സംസാരിക്കുന്നത് കത്തലാൻ ഭാഷയാണ്, അവരുടെ സ്വന്തം ഭാഷ. അതുപോലെ സ്കൂളുകളിൽ പ്രധാന മീഡിയം കത്തലാനാണ്. സ്പെയിനിലെ മാഡ്രിഡ് ഉൾപ്പെടെയുള്ള മറ്റു പ്രദേശങ്ങളിലെ ആളുകൾ ജീവിതം ആസ്വദിക്കുന്നവരാണ്. അവർ കാളപ്പോരും തക്കാളിയേറുമൊക്കെയായിട്ട് ജീവിക്കുമ്പോൾ ഇവർ കഠിനാധ്വാനം ചെയ്ത് കാശുണ്ടാക്കുന്നു. അതാണ് സ്പെയിനിനെ തന്നെ നിലനിർത്തുന്നതും. അതുകൊണ്ടാണ് ഒരു കാലത്ത് സ്പെയിനിൽ നിന്ന് വേർപെട്ടു പോകാൻ ഇവർ ആഗ്രഹിച്ചതും. വാണിജ്യത്തിന്റെ, വ്യവസായത്തിന്റെ, ബുദ്ധിജീവി സമൂഹത്തിന്റെ എല്ലാം കേന്ദ്രമാണ് ഇവിടം. ഇവിടുത്തെ പോർട്ടാണിത്. ആകാശത്തു നിന്ന് കണ്ട പോർട്ട് ഇപ്പോൾ അടുത്തു കാണുന്നു. പോർട്ട് ഏരിയ കടന്നു വേണം നഗരത്തിലേക്ക് പോകാൻ. പോർട്ടുമായി ബന്ധപ്പെട്ട കെട്ടിടങ്ങളാണ് ഇവിടെ കൂടുതലും. മലകളാൽ ചുറ്റപ്പെട്ട ഒരു നഗരമാണ് ബാഴ്സലോണ. നഗരത്തിനകത്തും ചെറിയ കുന്നുകളും താഴ്വരകളുമുണ്ട്. അതിലെ പ്രധാനപ്പെട്ട ഒരു കുന്നാണ് ആ കാണുന്നത്. ഒരു സെമിത്തേരി കൂടിയാണ് ആ പ്രദേശം. മോൺജുയിക് എന്ന മലയാണത്. മോൺജുയിക് കുന്നിന്റെ മുകളിലേക്ക് ആദ്യം പോകാം എന്ന് ഞാൻ പറഞ്ഞു. കാരണം മോൺജുയിക്കിന്റെ മുകളിൽ നിന്നാൽ നഗരത്തിന്റെ ഒരു കാഴ്ച കാണാം. ഇത് മോൺജുയിക്കിലെ സിമിട്രികളാണ്. കുന്നിന്റെ താഴ്വാരം മുതൽ മുകളിലേക്ക് പല തട്ടുകളിലായി കല്ലറകൾ. മോൺജുയിക് കുന്നിന്റെ ഒരു ഭാഗത്തെ ചെരിവാണിത്. മറുഭാഗത്താണ് നഗരത്തിലേക്ക് കാഴ്ച കെട്ടുന്ന ചെരിവ്.
അഡ്വക്കേറ്റ് തോമസ് അങ്ങോട്ടാണ് വണ്ടി വിടുന്നത്. മോൺജുയിക് ഒരു റിക്രിയേഷണൽ ഏരിയ കൂടിയാണ്. ബാഴ്സലോണ നഗരത്തെ സംബന്ധിച്ചിടത്തോളം പ്രാധാന്യമേറിയ ഒരു പ്രദേശം. 1929 നടന്ന ഒരു ഇന്റർനാഷണൽ എക്സിബിഷന്റെ വേദി ഈ കുന്നായിരുന്നു. 1992 ഒളിമ്പിക്സിൽ ചില മത്സരങ്ങളുടെ വേദിയായതും ഈ കുന്നിൻ മുകളിൽ തന്നെ. അവിടെ വണ്ടി നിർത്തി. ഞാൻ ഇറങ്ങി നടന്നു. മനോഹരമായ ഒരു കുന്നിൻപുറമാണ് മോൺജുയിക്. ഇവിടെ നിലം പോലും ഡിസൈൻ ചെയ്തിരിക്കുന്നത് സ്പാനിഷ് ശൈലിയിലാണ്. അങ്ങ് താഴെ ബാഴ്സലോണ നഗരം പരന്നു കിടക്കുന്ന കാഴ്ചയാണ്. അവിടെ ഒരിടത്ത് സഗ്രാദ ഫമീലിയ എന്ന ലോകാത്ഭുതത്തിന്റെ നിർമ്മാണം നടക്കുന്നതും കാണാം. അതിലേക്കൊക്കെ ഇനി ഞാൻ പോകുന്നുണ്ട്. താഴെ നഗരം ഒരു തളികയെന്നോണം കിടക്കുന്നു. കെട്ടിടങ്ങൾ തിങ്ങി നിറഞ്ഞ നഗരം. ഇനി അവിടുത്തെ വിശദമായ കാഴ്ചകളിലേക്കാണ് ഞാൻ ഇറങ്ങുന്നത്.